ഹായ് ഹലോ ഗൈസ്, രാവിലെ 5 മണിക്ക് അലാറം വെച്ചിട്ട് എഴുന്നേറ്റിട്ട് സിനിമയ്ക്ക് പോവാണ് ഗൈസ്. ആ സിനിമ ഏതാണെന്നല്ലേ? അതെ ഗൈസ്, ഇന്ന് കൂലി റിലീസായിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ കൂലി കാണാൻ വേണ്ടി നമ്മൾ പോവാണ്. മോർണിംഗ് ഷോയ്ക്ക് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് നേരത്തെ അലാറം വെച്ച് 5 മണിക്ക് എഴുന്നേറ്റ് കുഞ്ഞാവേനെ റെഡിയാക്കി ഞാൻ റെഡിയായിട്ട് നമ്മളിതാ കാറിലൊക്കെ കയറി ഇതാ പോവാണ്. അതും 6 മണിക്കാണ് നമ്മൾ എന്നും 8 മണിക്ക് എഴുന്നേൽക്കുന്നത്. ഞാൻ ഇന്ന് അലാറം വെച്ച് 5 മണിക്ക് എഴുന്നേറ്റു റെഡിയായിട്ട് 6 മണിക്കത്തെ ഷോയ്ക്ക് പോകണം ഗൈസ്. രാവിലെ എഴുന്നേറ്റുള്ള ഭയങ്കര ഉറക്ക ക്ഷീണമാണ്, നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. കുഞ്ഞാവയ്ക്ക് പിന്നെ പാട്ട് വെച്ച് കൊടുത്താൽ അവർക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട, അവൾ പിന്നെ പാട്ടും കണ്ടുകൊണ്ടിരുന്നോളും. ഞാനാണ് ഇടയ്ക്കൊക്കെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ തിയേറ്ററിലേക്ക് കുറച്ച് 10-20 മിനിറ്റ് യാത്രയുണ്ട്. അതുകൊണ്ട് ആ കുറച്ച് നേരം ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. ഹായ് ഹലോ ഗൈസ്, നമ്മൾ കൂലി കാണാൻ പോകുന്ന ഗൈസ്. കൂലി സമയം ഇപ്പം 6 മണിയായിട്ടേ ഉള്ളൂ. വെളുപ്പിനെ റെഡി ആയിട്ട് പോകുന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ നമ്മൾ ഹോട്ടലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. 6 മണി സമയമൊക്കെ ആയതുകൊണ്ട് ഹോട്ടലൊന്നും തുറന്നിട്ടില്ല. പിന്നെ അവസാനം ഒരു തട്ടുകട കിട്ടി. അവിടുന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ തിയേറ്ററിലേക്ക് പോയത് ഗൈസ്. അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തി സീറ്റിൽ കയറി വന്നു കേട്ടോ. അങ്ങനെ സിനിമ തുടങ്ങുകയാണെങ്കിൽ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ കുഴപ്പമൊന്നുമില്ല, നല്ല മൂവിയാണ്. കാരണം നമുക്ക് ഒരുപാട് സൂപ്പർ സ്റ്റാർസുകളുള്ള ഒരു സിനിമയാണത്. നല്ല കുഴപ്പമില്ല, ഒരു എന്താ പറയുക, കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള സൗബിൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഉപേന്ദ്ര റാവുവും അമീർ ഖാനൊന്നും അധികം റോൾ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഗസ്റ്റ് റോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നാഗാർജുന, രജനികാന്ത്, സൗബിൻ, സാഹിർ അവർക്കായിരുന്നു മെയിൻ റോൾ ഉണ്ടായിരുന്നത്. എന്നാലും സിനിമ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടു തിരിച്ച് വീട്ടിലേക്ക് പോകണം ഗൈസ്.